കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ആദ്യം AK ആന്റണിയുടെ മകൻ, ഇപ്പോൾ K കരുണാകരന്റെ മകൾ, ഇന്ന് കോൺഗ്രസ്, ആ നേതാക്കൾ നാളെ BJP എന്ന് പറയുന്നവർക്ക് കുറച്ചുകൂടി അത് പറയാൻ സൗകര്യം നൽകുകയാണോ നിങ്ങൾ? പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ അടിസ്ഥാനമാക്കി വിശ്വസിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തിന്റെ പേരിലാണ് പാർട്ടി വിട്ടു പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സമൂഹത്തെ പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരാകുമ്പോൾ അത്തരത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ച് അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു. ശ്രീ K കരുണാകരന്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഒരു പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ കൊടുക്കാവുന്ന എല്ലാ അംഗീകാരവും പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അവരെ സംബന്ധിച്ച് നൽകാവുന്ന പദവികളെല്ലാം നൽകിയിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയായ രാഷ്ട്രീയകാര്യ സമിതിയിൽ വരെ അംഗമായിട്ടുള്ള അവരുടെ വ്യക്തിത്വമാണ് പത്മജ വേണുഗോപാൽ. അവർക്ക് നിരവധി തവണ സീറ്റ് നൽകിയിട്ടുണ്ട്. പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. അസംബ്ലിയിലേക്ക് തവണ മത്സരിച്ചിട്ടുണ്ട്. വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, പത്മജയ്ക്ക് സ്ഥാനമാനങ്ങൾ നൽകിയിട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഇപ്പൊ അനിൽ ആന്റണിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പത്മജയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഒരു സർപ്രൈസ് ആണ്. ഈ കേരളത്തിലെ നേതാക്കൾ ഇതൊക്കെ അറിയുന്നുണ്ടോ? ഇങ്ങനെ മറ്റാളുകൾ BJPയുമായി സംസാരിക്കുന്നുണ്ട്, ഇവരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം K മുരളീധരൻ പോലും പറയുന്നു സ്വന്തം സഹോദരി BJPയിലേക്ക് പോകുന്ന കാര്യം അറിഞ്ഞില്ല എന്ന്. അല്ല, ഇപ്പോ നേതാക്കന്മാരെ സംബന്ധിച്ച് അവരാരൊക്കെയായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാൻ കഴിയുക? താങ്കൾ ആരോടൊക്കെ സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് ആർക്കൊക്കെ ബോധ്യപ്പെടുത്താൻ കഴിയും? അപ്പോൾ പരസ്യപ്പെടുത്തേണ്ടതും പരസ്യപ്പെടുത്തുകയും രഹസ്യമായി വെക്കുന്നത് രഹസ്യമായി വെക്കുകയും ചെയ്യാനുള്ളത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ചർച്ച നടത്തുകയും അവരുമായി നീക്കുപോക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് എത്രത്തോളം ഭൂഷണമാണ് എന്ന് അവരവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്താണ്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുണ്ടായ എന്തെങ്കിലും അവഗണനയുടെ പേരിലാണ് അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവർക്ക് എല്ലാ പരിഗണനയും നൽകിയിട്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോ പാർട്ടി വിട്ട് BJPയിൽ ചേരുന്നതിനുള്ള കാരണത്തെ സംബന്ധിച്ച് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തത്തക്ക രീതിയിൽ വ്യക്തത വരുത്തേണ്ടത് അവരുടെ തന്നെ ബാധ്യതയാണ്. അവരത് വരുത്തട്ടെ. അപ്പോൾ അതിന് കൂടുതൽ പരിഹരിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല സംസാരിച്ചതിന്.